ഇന്നൊരു നല്ല ദിവസമാണ്. അതുകൊണ്ട് തന്നെ തമ്പുരാൻ്റെ മുൻപിൽ വന്ന് എന്നത്തെയും പോലെ പ്രാർത്ഥിച്ചിട്ടാണ് കേട്ടോ ഞങ്ങളുടെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നും ഇങ്ങനെ ഈ തിരുസ്വരൂപത്തിന് ഫ്രണ്ടിൽ വന്ന് തിരി കത്തിച്ച് വെച്ച് മാതാവിനോട് ഈശോയോടും പ്രാർത്ഥിച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചിഞ്ചാൻ്റെ ബർത്ത്ഡേ ആണ്. സോ ഒത്തിരി കോസ്റ്റ്ലി ഒന്നുമല്ല, എന്നാലും മനസ്സിന് ഇഷ്ടപ്പെട്ട നല്ലൊരു ഗിഫ്റ്റ് കൊടുത്തുകൊണ്ട് തന്നെ ഞങ്ങളുടെ ദിവസം സ്റ്റാർട്ട് ചെയ്ത് ഒത്തിരി ഹാപ്പിയായി കേട്ടോ. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ ഇന്നിങ്ങനെ ഒരു ഗിഫ്റ്റ് മേടിക്കുമെന്ന്. സോ അതിനുശേഷം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള പിടിയും കോഴിയാണ് ഞാനിന്ന് ഉണ്ടാക്കിയത് ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ അത് ഉരുട്ടാനൊക്കെ ആശാൻ എന്നെ ഹെൽപ്പ് ചെയ്തു. കാരണം ഇതിനകത്ത് ഏറ്റവും ടഫസ്റ്റ് പാട്ടെന്ന് പറയുന്നത് ഇങ്ങനെ ഈ കുഞ്ഞു കുഞ്ഞു ബോളാക്കി എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. സോ ഞങ്ങളുടെ ഇടുക്കിക്കാരുടെ സ്പെഷ്യലാണ്, ഇടുക്കി കോട്ടയംകാരുടെ സ്പെഷ്യലാണ് കേട്ടോ ഈ പിടി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഹാർഡസ്റ്റ് പാട്ട് ഉരുട്ടിയെടുക്കുക. പിന്നെ ഈ എടുത്ത ബോൾ നമ്മൾ ഈ തിളച്ച വെള്ളത്തിലോട്ടിട്ട് ഇളക്കി കഴിയുമ്പോൾ ആ ബോൾസ് പൊട്ടിപ്പോവാതെ കട്ട കെട്ടിപ്പോവാതെ ഇങ്ങനെ ഇളക്കിയെടുക്കുക, വിട്ട് നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പാട്. അപ്പോൾ ഇങ്ങനെ ഒരു പതുക്കെ ഒരു 15 മിനിറ്റിന് ശേഷം വെന്തൊക്കെ വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചേക്കുന്ന തേങ്ങയൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുത്ത് കഴിയുമ്പോൾ ഇത് നല്ല തിക്കായിട്ടൊരു ക്രീമി ടെക്സ്ചറായിട്ട് വരും. അപ്പോൾ അതിനകത്തൊരു നല്ല അടിപൊളിയായിട്ടുള്ളൊരു 1-ാം പാൽ തേങ്ങാപ്പാലൊക്കെ ഇട്ട് അങ്ങ് ഇളക്കി എടുത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ ആ ജീരകത്തിൻ്റെയും ചുമന്നുള്ളിയുടെയും മണമൊക്കെ കൂടി വന്നിട്ട് എൻ്റെ അമ്മയെ വായിക്കൂടെ വെള്ളം വരും. സോ അത് ജിനുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് പിടിയും കോഴിയാണ്. അപ്പോൾ പിടി ഉണ്ടാക്കി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ തേങ്ങാപ്പാൽ ഒഴിച്ച് തന്നെ വെച്ച ചിക്കൻ കറി. സാധാരണ ഞാൻ ചിക്കൻ കറിയിൽ തേങ്ങാപ്പാൽ ഒഴിക്കാറില്ല, പക്ഷെ പിടിയുടെ കൂട്ടത്തിലുള്ളതിന് തേങ്ങാപ്പാൽ ഒഴിക്കും. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ദിവസം സ്റ്റാർട്ട് ചെയ്തു. അപ്പം വലിയ പ്ലാനൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഒത്തിരി വലിയ പാർട്ടിയായിട്ടും അങ്ങനെയൊന്നുമില്ല. പക്ഷേ എന്നത്തേലും പോലെ അല്ലാതെ കുറച്ച് ഇച്ചിരിയും കൂടെ അടിപൊളിയാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അങ്ങനെയൊക്കെ നല്ല ചൂടുള്ളൊരു ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ബാർബിക്യൂ ഒക്കെ അങ്ങ് സെറ്റ് ചെയ്തേ. ഒരുപാട് ഗസ്റ്റ് അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട്സ് അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവർ വന്നു. അപ്പോൾ ചെറിയ രീതിയിൽ സമ്മറെന്ന് ആയിക്കഴിഞ്ഞാൽ UK, അയർലൻഡ് നമ്മുടെ ഇവിടങ്ങളിലോട്ടൊക്കെ ഉള്ളൊരു പ്രത്യേകതയാണല്ലോ ബാർബിക്യൂ ആയിട്ട് എല്ലാവരും കൂടെ കൂടുക എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ടെമ്പറേച്ചറൊക്കെ വെച്ച് നോക്കിയപ്പം അത് നല്ല അടിപൊളി പരിപാടിയായിട്ട് തോന്നി. സോ പിന്നെ എൻ്റെ ഒരു ആരോഗ്യസ്ഥിതി അനുസരിച്ച് എനിക്ക് വേറെ കുക്ക് ചെയ്യാനൊന്നും ഒത്തിരി പറ്റത്തില്ല. അതുകൊണ്ട് ബാർബിക്യൂവിൽ ഒതുക്കി പിള്ളേരെല്ലാവരും ഹാപ്പി. കുറച്ച് മ്യൂസിക്കൊക്കെ അറേഞ്ച് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ബാർബിക്യൂ ഒക്കെ സെറ്റ് ചെയ്ത് അവസാനം ഞങ്ങൾ കേക്ക് ബോക്സിൽ നിന്ന് തന്നെ ഒരു കേക്കും കൂടെ ഓർഡർ ചെയ്ത്. എനിക്ക് കേക്ക് ബോക്സിലെ കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയത്തില്ല, ഭയങ്കര മെൽറ്റാണ് അത് വായിലോട്ട് ഇടുമ്പോൾ തന്നെ. സോ നല്ലൊരു അടിപൊളി കേക്കൊക്കെ കട്ട് ചെയ്ത് എന്താ പറയുക, ഞങ്ങളുടെ ഇന്നത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ അങ്ങ് വൈൻഡപ്പ് ചെയ്തു. സാധാരണ ആദ്യമാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. ഇത് ഞങ്ങളെല്ലാം കഴിഞ്ഞ് ലാസ്റ്റായിട്ടോ കേക്ക് കട്ട് ചെയ്തത്. അങ്ങനെ